പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ കറുത്ത കരങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് തുറന്നു കാട്ടി അവരെ നിശബ്ദരാക്കാനുള്ള നീക്കം. ആ നീക്കത്തിന്റെ ഭാഗമായി സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവാം. പാക് സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർത്തെന്ന് വരാം. 2016-ലെയും 19-ലെയും സർജിക്കൽ സ്ട്രൈക്കിന്റെ അപ്പുറത്തേക്ക് കടന്നുപോയെന്ന് വരാം. എന്നാൽ സമയമെടുക്കും. കാരണം പാകിസ്ഥാൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് തെളിവ് ശേഖരിക്കുക എന്ന ബാധ്യതയാണ് ഇന്ത്യ ആദ്യം ഏറ്റെടുക്കുന്നത്. അല്ലാതെ പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഓരോ നിലപാടും അന്താരാഷ്ട്ര സമൂഹത്തിൽ പിന്നീട് തിരിച്ചടിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ നിശബ്ദമായി ആയിരിക്കും ഇന്ത്യയുടെ ഇടപെടൽ. മാത്രമല്ല, ഇതിനു മുമ്പ് 2 തരം സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. 2016-ൽ ഉറി ആക്രമണം ഉണ്ടായപ്പോൾ പാക് അതിർത്തി കടന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം കടന്ന് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു. പിന്നീട് 2019-ലെ പുൽവാമ ആക്രമണത്തിന് ശേഷവും ബാലാക്കോട്ടിൽ പാക് സൈനിക കേന്ദ്രത്തിന് നേരെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. അനേകം ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അത് രണ്ടും സംഭവിക്കാതിരിക്കാൻ വ്യോമ പ്രതിരോധവും അതിർത്തി രക്ഷാസന്നാഹവും പാകിസ്ഥാൻ ഒരുക്കുമെന്ന് തീർച്ചയാണ്. പഹൽഗാം ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയോടെ രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവില്ല. ഇത്തരം സർജിക്കൽ സ്ട്രൈക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം നനച്ചിരിക്കാത്ത സമയത്ത് അടിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചടി ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതീക്ഷിക്കുന്ന ഇടത്തുമായിരിക്കില്ല, പ്രതീക്ഷിക്കുന്ന രീതിയിലുമായിരിക്കില്ല ഇന്ത്യ തിരിച്ചടിക്കുക.